ആശങ്ക വേണോ സൂംബയിൽ എന്നുള്ളതാണ് ചോദ്യം. സുജയ, ആശങ്ക വേണോ? ആശങ്ക വേണ്ടതില്ല, പക്ഷേ ചിലർ വല്ലാതെ ആശങ്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആശങ്ക കാണുമ്പോൾ ആ ആശങ്ക തീർക്കുമോ സർക്കാർ, അതോ ആ ആശങ്കയ്ക്ക് വഴങ്ങിക്കൊണ്ട് സൂംബ വേണ്ടെന്ന് വെക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം മുൻപും പല കാര്യങ്ങളിലും വഴങ്ങിക്കൊടുത്ത ചരിത്രമുള്ളത് കൊണ്ട് വഴങ്ങിക്കൊടുത്താലും അതിൽ അതിശയിക്കാനൊന്നുമില്ല. സൂംബയ്ക്ക് പകരം കൂടുതൽ കായിക അധ്യാപകരെ നിയമിച്ച് നമ്മുടെ PT മാഷ് വന്ന് കുറച്ചുകൂടിയൊക്കെ ഒന്ന് വ്യായാമം ചെയ്യിപ്പിച്ചിട്ട് പോയാൽ മതി എന്ന രീതിയിലേക്ക് ഒരു ലഘൂകരിച്ച ഉത്തരവും ഒരു പക്ഷേ കണ്ടേക്കാം. മുൻകാലങ്ങളിലും കീഴടങ്ങിയ ചരിത്രമുള്ള സർക്കാരാണല്ലോ. അപ്പോൾ ഇതിൽ ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക് ഇട്ട് തുള്ളുന്നത് പഠിക്കാനല്ല കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. അത് ശരിയാണ്, അത് പഠിക്കാനായിട്ടല്ല. നമ്മൾ ആരും കുട്ടികളെ സ്കൂളിൽ വിടുന്നത് ഇങ്ങനെയുള്ള അല്പവസ്ത്രം ധരിക്കാനൊന്നുമല്ല. കുട്ടികൾ യൂണിഫോം ഇട്ടാണ്, എൻ്റെ മക്കളൊക്കെ യൂണിഫോം ഇട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണം, അതായത് ഇന്നലെ തുടക്കമിട്ട പരിപാടിയെക്കുറിച്ച് മുഖ്യമന്ത്രിയാണല്ലോ ആദ്യം പറഞ്ഞത്. സൂംബ എന്താണ്, ആ പേരൊക്കെ അദ്ദേഹം എന്താണെന്നൊക്കെ ചോദിച്ച് വളരെ രസകരമായിട്ടാണ് മുഖ്യമന്ത്രി ഈ ഒരു മാറ്റത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ സ്കൂളിലെ ആദ്യത്തെ ഒരു 7 പീരീഡ് കഴിഞ്ഞതിന് ശേഷം 8ാമത്തെ പീരീഡിലാണല്ലോ സൂംബ ഡാൻസ് പരിശീലിപ്പിക്കുന്നത്. അപ്പോൾ ആ 7 പീരീഡിലിട്ട യൂണിഫോം ഒക്കെ ഊരി മാറ്റി അല്പവസ്ത്രമൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കൊടുത്ത് അതിട്ടുകൊണ്ട് ഇവർ തുള്ളുന്നു എന്നാണ് ഈ പണ്ഡിതർ മനസ്സിലാക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതൊരു തെറ്റിദ്ധാരണയാണ്. ആ ഒരു ആശങ്ക അവർക്ക് എന്തിനാണ്? അവരുടെ മക്കളായാലും നമ്മുടെ മക്കളായാലും ഒക്കെ സ്കൂളിൽ പോകുന്നത് യൂണിഫോം ഇട്ടുകൊണ്ടാണ്. യൂണിഫോം ഇല്ലാത്ത സ്കൂളുകളൊക്കെ വളരെ കുറവാണ് കേരളത്തിൽ ഇന്ന്. അപ്പോൾ ആ യൂണിഫോമിൽ തന്നെയായിരിക്കും, കാരണം ക്ലാസ് വിടുന്നതിന് തൊട്ട് മുൻപുള്ള പീരീഡ് അല്ലെങ്കിൽ ആ അവറിലാണ് ഈ വ്യായാമം നടക്കുന്നത്. അപ്പോൾ സൂംബ എന്താണെന്ന് അറിയില്ല. ഒന്നാമത്തെ കാര്യം, അവർ പോയി കണ്ടത് സാമ്പാ നൃത്തമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം സാമ്പാ നൃത്തത്തിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് വസ്ത്രമൊക്കെ കുറവാണ്. അപ്പോൾ സ്പെല്ലിംഗ് അടിച്ചു കൊടുത്തപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. സൂംബയും സാമ്പയും ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. ഒന്നുകിൽ സാമ്പയായിരിക്കും, അല്ലെങ്കിൽ ഇവരിനി കണ്ട യൂട്യൂബ് വീഡിയോ ബെല്ലി ഡാൻസിൻ്റെ ആണോ എന്നും അറിയില്ല. കാരണം അതിലും അല്പവസ്ത്രമാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ആയിരിക്കും. കാരണം ആ രീതിയിലുള്ള ബെല്ലി ഡാൻസായി പോകുമെന്നൊക്കെ വരെ ഉള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ വ്യായാമത്തിന് മടി കാണിക്കുന്നവരുണ്ട്. അതായത് യോഗയോ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നതോ അല്ല അങ്ങനെയുള്ള പലതരം വ്യായാമങ്ങളിൽ ചിലതിൽ മടി കാണിക്കുന്നവരുണ്ട്. അപ്പോൾ വ്യായാമത്തോട് മടിയുള്ളവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ലഘു വ്യായാമമാണ് സൂംബ എന്നതാണ് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സൂംബ ഡാൻസ് സ്കൂളിൽ കൊണ്ടുവന്നത് എന്ത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ ചോദിക്കുന്നത് MSFന്റെ നേതാവ് PK നവാസാണ്. അപ്പോൾ നവാസ് ഇത് ചോദിക്കുമ്പോഴത്തേക്കുമാണ് നമുക്ക് അതിനകത്ത്, കാരണം മതപണ്ഡിതർ ചോദിക്കുന്ന അവർ പലതരത്തിലുള്ള അവരുടെ ഫത്വകൾ, അവരുടെ ആശങ്കകൾ, അവരുടെ മതപഠനത്തിലൂടെ അവർ കടന്നു വന്ന് അവരെ അങ്ങനെയാണ് അവരുടെ ഒരു ബ്രെയിൻ തന്നെ ആ രീതിയിലാണ് അവർ ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് മാത്രമേ അവർക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് ലീഗും മതപണ്ഡിതരുടെ തീരുമാനത്തിനൊപ്പം നിൽക്കണോ പുതിയ കാലത്തിനൊപ്പം നിൽക്കണോ എന്നുള്ള ഒരു ആശങ്കയിൽ PMA സലാം ഇന്ന് വളരെ നൈസായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ളത് ഇതാണ്, ഇതിനൊപ്പം നിൽക്കുമെന്നുള്ളത് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ക്ലാസ് വിടുന്നതിന് മുൻപ് ഈ സൂംബ ചെയ്യുന്നതിനെ കുറിച്ച് ഇന്ന് TK അഷ്റഫ് പറഞ്ഞത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഒട്ടും വിസ്ഡം ഇല്ലായിരുന്നു എന്നാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. കാരണം കുറച്ചെങ്കിലും വിസ്ഡമുള്ള ആളുകൾ ഈ രീതിയിൽ പ്രതികരിക്കില്ല, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ. നേരത്തെ എടുത്തിട്ടുള്ള പല നിലപാടുകളുണ്ടല്ലോ. വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കൽ, വീട്ടിലെ പ്രസവത്തിൽ ഒരു സ്ത്രീ മരിച്ചതൊക്കെ ഏത് ജില്ലയിലാണ്? അപ്പോൾ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കൽ അടക്കം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏത് ജില്ലയിലാണ്? അതൊക്കെ നമ്മൾ നോക്കണം. വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കൽ, കുത്തിവയ്പ്പ് അശാസ്ത്രീയമാണെന്ന് പറയൽ, കുത്തിവയ്പ്പിനോടുള്ള ഒരു വിമുഖത, അങ്ങനെ പല പല കാര്യങ്ങളിൽ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ മാറ്റത്തെയും ഇവരൊക്കെ അംഗീകരിക്കും, പക്ഷേ അതിന് കുറേ സമയമെടുക്കും. കാരണം ഇവർ പറയുന്നത് കേട്ടുകൊണ്ട് ഇത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ പിന്നെ നമ്മൾ പുരോഗമനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പുരോഗമനം ചില സോക്കോൾഡ് വിതിൻ കോട്ട്സ് ചില ഇടങ്ങളിൽ മാത്രം മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് വോട്ട് ബാങ്കിന് വേണ്ടി ഇതങ്ങ് വേണ്ട എന്ന് വെക്കുന്നതും ഒരു പക്ഷേ നമുക്ക് കണ്ടെന്ന് വരാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ഇടകലർന്നേ മനുഷ്യന് ജീവിക്കാൻ പറ്റൂ. പ്രകൃതി തന്നെ ആണ് പെണ്ണ് എന്ന രണ്ട് ഈ ദ്വന്ദ്ങ്ങൾ ഉണ്ടാക്കിയത് എന്തിനാണ്? അത് ഇടകലർന്ന് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അത് പഠിക്കുന്ന കാര്യത്തിലായാലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും ജോലി ചെയ്യുന്ന കാര്യത്തിലായാലും ആണും പെണ്ണും ഉണ്ട്. ആ ബൈനറി അവിടെ നിൽക്കുന്നത് മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. എല്ലാവരും ഇടകലർന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു വേർതിരിവ്, ആണ് വേറെ പെണ്ണ് വേറെ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ട് എത്ര കാലം ഇവരിങ്ങനെ അകറ്റി നിർത്തും? മാത്രമല്ല ഈ സൂംബ ഡാൻസ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യായാമ മുറയിൽ ഏർപ്പെട്ടതുകൊണ്ട് ഈ കുട്ടികളെല്ലാവരും അങ്ങ് പാഴായി പോകും. ആ ഒരു ചിന്താഗതിയൊക്കെ ഈ പുതിയ കാലത്ത് വേണോ എന്നൊരു ചിന്തയുണ്ട്. കാരണം പാഴായി പോകാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് അതിനായി മറ്റു വഴികൾ തേടാവുന്നതേ ഉള്ളൂ. ഈ സ്കൂൾ സമയം എന്ന് പറയുന്ന 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയുള്ള സമയമല്ല, അത് കഴിഞ്ഞ സമയമുണ്ട്. ഇന്ന് സ്മാർട്ട് ഫോൺ കാലമാണ്. കുട്ടികൾക്ക് എന്തെല്ലാം ആക്സസുകളുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് ആ കുട്ടിയുടെ മരണസമയത്ത് അവർ ചാറ്റ് ചെയ്തത്. നമ്മൾ കണ്ടതല്ലേ താമരശ്ശേരിയിലെ ഷഹബാസിന്റെ മരണവേളയിൽ കുട്ടികൾ തമ്മിൽ നടന്ന ചാറ്റ്. എത്ര വയസ്സുള്ള കുട്ടികളാണ്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ. അവർ തമ്മിൽ സീക്രട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ചാറ്റാണ്. അതൊന്നും ഈ ആളുകളൊന്നും അറിഞ്ഞില്ലേ? ഈ വിസ്റ്റം ഒന്നും അറിഞ്ഞില്ലേ? അതൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സ്കൂളിൽ ടീച്ചർമാരുടെ, അതായത് അധ്യാപകരെ, പ്രത്യേകം അധ്യാപകരെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിശീലന പരിപാടിയിൽ ഇടകലർന്നങ്ങ് പിള്ളേർ വഴിതെറ്റി പോകുമെന്ന് പറയുന്നവർ ഇക്കാര്യങ്ങളൊക്കെ എന്താണ് ശ്രദ്ധിക്കാത്തത്? അതിലൊക്കെയല്ലേ ഒരു ശ്രദ്ധ വേണ്ടത്.
ആക്രമണോത്സുകതയും ഇല്ലാതാക്കുന്നതിനായി സൂംബ മാത്രമല്ല യോഗയടക്കം മറ്റു കാര്യങ്ങളുമൊക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും വ്യായാമം എന്ന് പറയുന്നത് അത് ചെറിയ കുട്ടി മുതൽ പ്രായമായ മനുഷ്യൻ വരെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ആവശ്യമായതാണ്. അത് ചെയ്യാനായിട്ടുള്ള ഒരു ക്രമം അത് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതിനെ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ന് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പറഞ്ഞത്. വിശുദ്ധ ഖുർആന്റെ 31 വാക്യമാണ്, 31-ാമത്തെ 6-7 വാക്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിലിങ്ങനെയാണ്, അതായത് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന, സ്വന്തം മതത്തിലുള്ളവരോട് കൊടുക്കുന്ന സന്ദേശം ഇതാണ്: യാതൊരു അറിവും വിവേകവും ഇല്ലാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ ഭ്രഷ്ടരാക്കാനും അതിനെ പരിഹാസപാത്രമാക്കാനുമായി വില കൊടുത്ത് വിനോദം വാങ്ങുന്ന ചില ആളുകളുണ്ട്, അവർക്ക് ഹീന ശിക്ഷയാണുള്ളത്. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇതാണ് പാണ്ഡിത്യത്തോടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് അടുത്ത ജനറേഷനിലേക്ക്, ഇന്നത്തെ 2K കിഡ്സിന് ഇതൊക്കെ അറിയാം. അവർക്ക് അവരുടെ മതത്തെക്കുറിച്ച് അറിയാം, മറ്റൊരാളുടെ മതത്തെക്കുറിച്ച് അറിയാം. ഈ മതത്തിലൊന്നും ഒരു കാര്യമില്ല, മനുഷ്യരിലാണ് കാര്യമെന്ന് പറയാം. ആ 2K കിഡ്സാണ് ഇന്ന് സ്കൂളുകളിൽ പഠിക്കുന്നത്. ആ ഒരു ജനറേഷൻ ചേഞ്ച് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ്. വിദ്യാർത്ഥികളെ ആഭാസത്തിന് നിർബന്ധിക്കരുതെന്നാണ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത്. ഈ സൂംബയിൽ എവിടെയാണ് ആഭാസം, എവിടെയാണ് ഇടകലരൽ? ഓരോ വ്യക്തിയും സ്വതന്ത്രമായിട്ടാണ് സൂംബ ചെയ്യുന്നത്, അല്ലാതെ പരസ്പരം കെട്ടിപ്പിടിച്ചൊന്നും അല്ല ചെയ്യുന്നത്. ഇവർ കണ്ട നൃത്തരൂപം ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ കണ്ട നൃത്തരൂപം ഏതാണ്, യൂട്യൂബ് ലിങ്ക് ഏതാണ് എന്നത് അവർ വെളിപ്പെടുത്തിയാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. എന്തായാലും സൂംബയിൽ എങ്ങനെ പരസ്പരം പുണർന്നു നിന്നുള്ള നൃത്ത ചുവടുകളൊന്നുമല്ല ചെയ്യുന്നത്. ഓരോരുത്തരും വ്യക്തിപരമായ വ്യായാമമാണ് ഈ സൂംബയിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ വ്യക്തി സ്വാതന്ത്ര്യം, മൗലികാവകാശം, ഇതൊക്കെയാണ് എടുത്തു പറയുന്നത്. ഈ സ്വാതന്ത്ര്യമൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ? അവരെ വീണ്ടും ഇങ്ങനെ ഇരുട്ടിൽ ഇങ്ങനെ മൂടിയിട്ട് വളർത്താനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം ഈ വിമർശകർ ഉയർത്തിയ ഒരു വിഷയം കായിക അധ്യാപക നിയമത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അലംഭാവമാണ്. അതുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. കാരണം കൃത്യമായി കായിക അധ്യാപകർ എല്ലാ സ്കൂളുകളിലും വേണം. ഇത് സൂംബ നൽകുന്ന ഒരു സെലിബ്രേഷൻ കൾച്ചറാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങളാണല്ലോ ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ കുട്ടികളെ സൂംബ പരിശീലിപ്പിക്കുന്നതിനൊപ്പം ഈ സർക്കാർ ചെയ്യേണ്ട, വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ട മറ്റൊരു കാര്യം, കുട്ടികളുടെ പഠനാന്തരീക്ഷം, അവർക്ക് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടോ? മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? കുട്ടികൾക്ക് പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. അത് വീട്ടിലെ മാത്രമല്ല, സമൂഹത്തിലെ മാത്രമല്ല, സ്കൂളിലെയും സ്ട്രെസ് ഉണ്ട്. 9ാം ക്ലാസ്സുകാരിയെ 8ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തിയപ്പോഴേക്കും, ഇരുത്താനായിട്ട് ഒപ്പിട്ട് വാങ്ങിയപ്പോഴേക്കും ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തത് നമ്മൾ മറക്കാറായിട്ടില്ല, ഈ കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ പഠനാന്തരീക്ഷം മെച്ചപ്പെടുത്തുക, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നല്ല സൗഹൃദം എൻ്റെ അധ്യാപകരുമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അധ്യാപകരുമാരുമായിട്ടൊക്കെയുള്ള ആ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് എത്രത്തോളം സൗഹൃദമുണ്ട് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും വിദ്യാഭ്യാസ വകുപ്പ് ഇനിഷ്യേറ്റ് ചെയ്യണം. സർഗാത്മകത എന്നൊക്കെ പറയുന്നത് അത് വിതിൻ കോട്ട്സ്, അത് എവിടെയോ കിടക്കുകയാണ്. അത് ഇന്നത്തെ സ്കൂളുകളിൽ ഇല്ല എന്നുള്ളതും ഒരു വിഷയമാണ്. അപ്പോൾ സൂംബ മാത്രം പോരാ, മൊത്തത്തിലൊരു മാറ്റം കൊണ്ടുവന്നാൽ നന്നായിരിക്കും. പിന്നെ ഇവരെയൊക്കെ പേടിച്ച് പിന്നോട്ട് പോകാനാണെങ്കിൽ ഇത്തരം ഐഡിയയുമായിട്ട് ദയവേത് പിണറായി വിജയൻ വരരുത്. Meet the editors.